ഹിറ്റ് സീരീസായ ബാൻഡ് ഓഫ് ബ്രദേഴ്സിനെ കമ്പയർ ചെയ്യാനായിട്ട് പുറത്തിറങ്ങുന്ന ഏറ്റവും പുതിയ സീരീസാണ് മാസ്റ്റേഴ്സ് ഓഫ് ദി എയർ. അതിൻ്റെ ആദ്യ 2 എപ്പിസോഡുകൾ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആപ്പിൾ TV+ൻ്റെ മറ്റൊരു നല്ല ക്വാളിറ്റിയുള്ള സീരീസ് എന്ന് പറയാം. പക്ഷേ അതിൻ്റെ സ്ക്രിപ്റ്റ് വൈസ് ക്യാരക്ടറൈസേഷൻ ബാൻഡ് ഓഫ് ബ്രദേഴ്സിൻ്റെ അത്ര അങ്ങോട്ട് ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ അത് പറയാൻ പറ്റില്ല, നമുക്ക് തുടങ്ങിയിട്ടുള്ളൂ 2 എപ്പിസോഡുകളായിട്ടുള്ളൂ. പക്ഷേ മറ്റേതിൽ തുടക്കം മുതലേ ആ ഒരു ക്യാരക്ടേഴ്സിൽ നമ്മൾ ഡിഫൈൻ ആയിട്ട് ഇപ്പോൾ ഇന്ന ക്യാരക്ടേഴ്സാണ് നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിലായിരുന്നു ആ ഒരു ബാൻഡ് ഓഫ് ബ്രദേഴ്സ് പോയിക്കൊണ്ടിരുന്നെങ്കിൽ അത്ര അങ്ങോട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള എഴുത്തില്ല എന്ന് തോന്നുന്നു. കൂടുതലായിട്ടും വിഷ്വൽസിൽ കൂടുതലായിട്ട് കേന്ദ്രീകരിക്കാനാണ് ഇവർ ശ്രദ്ധിച്ചിട്ടുള്ളത്. സോ ഈ ക്യാരക്ടേഴ്സിലൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെങ്കിൽ ഒരു പക്ഷേ ഇനി അടുത്തുള്ള എപ്പിസോഡുകളൊക്കെ ഇറങ്ങുമ്പോഴായിരിക്കും അറൗണ്ട് ഒരു മാർച്ച് 15 ആയിട്ടായിരിക്കും ഇത് കഴിയുക. സോ ഒരു 9 എപ്പിസോഡുകൾ കണ്ടാലാണ് പ്രോപ്പറായിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഇൻഡെപ്ത് സ്റ്റോറി ലൈനെന്ന് അറിയുള്ളൂ. പക്ഷേ വിഷ്വലി സ്റ്റണ്ണിങ് ആണ്. ആപ്പിൾ TV+ൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഇതിനു മുമ്പ് നമ്മൾ പല സീരീസിലും കണ്ടിട്ടുണ്ട്. അത് അതേപോലെ തന്നെയുണ്ട്. സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫാൻറ്റാസ്റ്റിക് വൺ. കാരണം നമ്മൾ ശരിക്കും നമ്മൾ ആ ഒരു സ്ഥലത്തുള്ള പോലെയുള്ള ഒരു ഫീൽ അതിൻ്റെ മേക്കിംഗ് വൈസ് ഇവർ തരുന്നുണ്ട്. സോ ആ ഒരു പർട്ടിക്കുലർ സീക്വൻസ് എത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഏരിയൽ കോമ്പാക്ട് സീക്വൻസുകൾ വരുന്ന സമയത്ത് ഗംഭീരമാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഇവരുടെ ആ ഒരു ലൈഫ്, ഇവരുടെ ആ ഒരു വർക്ക് ഫ്ലോ, ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇവരുടെ ആ ഒരു ഫാമിലി ലൈഫ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ലാഗ് അടിക്കുന്നുണ്ട്. പക്ഷേ ഈ ലാഗ് മറ്റേതിൽ ഉണ്ടായിരുന്നില്ല. ബാൻഡ് ഓഫ് ബ്രദേഴ്സിൽ ആ സമയത്ത് അടക്കം ആ ക്യാരക്ടേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരാരാണ് എന്താണെന്നൊക്കെ മനസ്സിലാക്കി തരാൻ സമയം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്രയ്ക്ക് അങ്ങോട്ട് എടുത്തിട്ടില്ല. ഇത്രയ്ക്ക് ലാഗ് അതിൽ ഫീൽ ചെയ്തിരുന്നില്ല. പക്ഷേ എനിക്ക് മറ്റേ പോർഷൻസ് ഗംഭീരം. ഇപ്പോൾ മറ്റേതിൽ ഗംഭീരമാണ്, പക്ഷേ ഇതിൽ ഈ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ട്, കിടിലും VFX ഉണ്ട്. നമുക്ക് VFX ആണെന്ന് ഒരിക്കലും നമുക്ക് തോന്നാത്ത രീതിയിൽ നമ്മൾ ശരിക്കും ആ ഒരു സ്പേസിലുള്ള പോലെ നമുക്ക് തോന്നുന്ന രീതിയിലുള്ള ഗംഭീര കുറേ വിഷ്വൽസ് ഇതിൽ ആദ്യ 2 എപ്പിസോഡുകളിൽ തന്നെ കണ്ടു. ഇനിയും ഒരുപാട് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അത് ഒരുപാട് ഇതിലെ ട്രെയിലർ തന്നെ ടീസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സീക്വൻസുകൾ കാണാൻ വേണ്ടി, ഈ ഏരിയൽ കോമ്പാക്ട് സീക്വൻസുകൾ കാണാൻ വേണ്ടി, ഇതിലെ വിഷ്വൽസ് കാണാൻ വേണ്ടി തീർച്ചയായിട്ടും കണ്ടുനോക്കാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ് മാസ്റ്റേഴ്സ് ഓഫ് ദി എയർ. ദെൻ ബാക്കിയുള്ളത് ക്വാളിറ്റി ഇല്ല എന്നല്ല, കമ്പയർഡ് ടു ബാൻഡ് ഓഫ് ബ്രദേഴ്സാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോൾ ബാൻഡ് ഓഫ് ബ്രദേഴ്സ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ സാധനം ഇഷ്ടമാവും. അത് കണ്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടമാവും. പക്ഷേ കുറച്ചങ്ങോട്ട് കൂടുതൽ ഇഷ്ടം ബാൻഡ് ഓഫ് ബ്രദേഴ്സിലേക്ക് പോകുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലായിട്ടും ഇങ്ങനത്തെ സാധനങ്ങളിൽ ഗ്രൗണ്ടിലുള്ള വർക്കുകളായിരുന്നു മറ്റ് 2 സീരീസുകൾ നമ്മൾ കണ്ടതെങ്കിൽ ഏരിയൽ കോമ്പാക്ട് സീക്വൻസുകളിൽ കൂടുതലായിട്ടും ഇൻവോൾവ് ആയിട്ട് കാണിക്കുന്ന ഒരു സീരീസാണ് മാസ്റ്റേഴ്സ് ഓഫ് ദി എയർ. ഞാൻ ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു ഗെയിമൊക്കെ ഉണ്ട്. അതിലെ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങൾ ഇതിലുണ്ട്. ഇങ്ങനെ സ്വിച്ച് ചെയ്ത് പോകുന്ന രീതിയിലുള്ള പല പ്ലെയിൻസിൽ. പക്ഷേ ഇങ്ങനത്തെ വരുന്ന സമയത്തും ചില കാര്യങ്ങളൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഇവർ ഏത് പ്ലെയിനിൽ ഏത് ആൾക്കാരാണെന്നും ചില നേരത്തൊന്നും മനസ്സിലാവില്ല. കാരണം എല്ലാവരും ഒരേപോലെ ഉണ്ടാവും. ഇതിനകത്ത് കയറി കഴിഞ്ഞ് ഇവരെങ്ങനെയാണ് അങ്ങോട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റിൽ ഈ സീരീസിന് ഒരു എക്സ്ട്രോർഡിനറി മേക്കിംഗ് കിട്ടിയിട്ടുണ്ട്. സോ മേക്കിംഗ് കാണാൻ വേണ്ടി കണ്ടുവെക്കാം. തീർച്ചയായിട്ടും ഇതിന് 2 എപ്പിസോഡുകൾ ഇപ്പോൾ ആപ്പിൾ TV+ൽ അവൈലബിൾ ആണ്. ബാക്കിയുള്ള എപ്പിസോഡുകൾ ഓരോ ആഴ്ചകളിലായിട്ടായിരിക്കും ഇറങ്ങുക. ഓരോ എപ്പിസോഡ് ഒരു മണിക്കൂർ ലെങ്ത് ഉണ്ട്. സോ മാസ്റ്റേഴ്സ് ഓഫ് ദി എയറിൻ്റെ 9 എപ്പിസോഡുകൾ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആയിട്ട് വരാം. സോ സ്റ്റിൽ ഈ 2 എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ 2 എപ്പിസോഡുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലാണ് വീണ്ടും കാണാം. നന്ദി.